നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ മുറുകുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊപ്പമുള്ളത് കെ ശബരിനാഥനാണ്. നിലവിലിപ്പോൾ നിയമമണ്ഡലത്തിൽ കോൺഗ്രസ് ശക്തമായി തന്നെ തീരുമാനിച്ചിട്ടുള്ളത് ശബരിനാഥനെ ഇറക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് ഉറപ്പായല്ലേ? ഇല്ല, ബാക്കി കാര്യങ്ങൾ പാർട്ടിയാണ് പറയേണ്ടത്. എന്നിരുന്നാലും നേമത്തും തിരുവനന്തപുരം ജില്ലയിലുമൊക്കെ മികച്ച സ്ഥാനാർത്ഥികളുണ്ട്. UDF വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. UDF ഒരു തോളിലേറി തന്നെ കേരളം മുന്നോട്ട് പോകും, പൂർണ്ണമായ വിശ്വാസം. നമുക്ക് നിയമത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്ലാമർ പോരാട്ടങ്ങൾ ഒരു ഭാഗത്ത് ശിവൻകുട്ടിയുണ്ട്, സിറ്റിംഗ് MLA കൂടിയാണ്. മാത്രമല്ല BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. നിയമത്ത് വലിയ മുന്നേറ്റം രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇത്തവണ നിൽക്കുന്നത്. അല്ല, അവിടുത്തെ രണ്ട് പാർട്ടിക്ക് അവരുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സാണ് ഉള്ളത്. ഇപ്പോൾ ശിവൻകുട്ടി ചേട്ടൻ LDFിൻ്റെ കാൻഡിഡേറ്റാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം മേയറായിരുന്ന വ്യക്തിയാണ്. ഞാനിപ്പോൾ കോർപ്പറേഷനിലുള്ള ആളാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പം ഞാൻ പ്രധാനം ചെയ്യുന്ന കവടിയാർ വാർഡിലെ SFS ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ആർക്കും എതിരെ വിദ്വേഷമൊന്നുമില്ല. പക്ഷേ അവരുടെ നിലപാടുകളും അവരുടെ കുട്ടികൾക്കിടയിൽ വിഷയമുണ്ട്. ഉദാഹരണത്തിന് PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതി കേരളത്തിലേക്ക് ഈ പറഞ്ഞ BJP RSS നയങ്ങൾ ചേർത്ത PM ശ്രീ പദ്ധതി ഒപ്പിട്ട മന്ത്രിയുടെ പേര് ശ്രീ വി ശിവൻകുട്ടിയാണ്. അത് ഒപ്പിടാൻ പ്രേരിപ്പിച്ചത് ചന്ദ്രശേഖരാണ് അപ്പുറത്ത് കൂടെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ലേബർ കോഡുകൾ, എല്ലാ സംസ്ഥാനങ്ങളിലും ലേബർ കോഡുകളെ BJP BMS അടക്കം എതിർത്തപ്പോൾ, കേരളത്തിലും എതിർത്തപ്പോൾ അത് ആരും അറിയാതെ കടത്തിയേറ്റുന്ന ലേബർ മന്ത്രിയുടെ പേര് ശിവൻകുട്ടി ചേട്ടൻ എന്നാണ്. അത് ഒപ്പിടാൻ സഹായിക്കുന്ന ആളാണ് ശ്രീ ചന്ദ്രശേഖരൻ. അപ്പോൾ ഒരു സൈഡ് ശിവൻകുട്ടി ചേട്ടനും ചന്ദ്രശേഖരനും തമ്മിലുള്ള ഈ ബാന്ധവം, ഇപ്പുറത്ത് UDFിൻ്റെ നയങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി. അത് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ വ്യക്തിപരമായിട്ട് ആർക്കും ഇതിലൊരു വിഷയവുമില്ല. സ്നേഹമാണ്, സന്തോഷമാണ്. ഒരാൾക്കും ഇതിനെ നെഗറ്റീവ് പറയാൻ ഞാനില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയം, അവരുടെ ബാന്ധവം, അവരുടെ കൂട്ടുകൾക്കെതിരെ പറഞ്ഞുകൊണ്ട് ഭാവിയുടെ കേരളം സൃഷ്ടിക്കാൻ UDFിൻ്റെ ഗ്യാരണ്ടികളടക്കം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നിൽ കാണും. സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ മുന്നിൽ കാണും. മറ്റൊന്നേ, ഈ നിയമമാണെങ്കിൽ അതൊരു ബാലികല മറയാകും. ഞാൻ ഒരു നിയോജകമണ്ഡലവും ബാലികറ മലയല്ല. നിങ്ങൾ ആലോചിച്ചു, എത്രയോ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ വിജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. ഇപ്പോൾ നേമത്ത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട CPMൻ്റെ ആളുകൾ തോറ്റിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തോറ്റിട്ടുണ്ട്, ഒരു തവണ വിജയിച്ചിട്ടുണ്ട്. UDFിൻ്റെ ശ്രീ N ശക്തൻ എത്രയോ കാലം പഴയ നിയമത്തിൻ്റെ MLA ആയിരുന്നു, ലീഡർ MLA ആയിരുന്നു. അപ്പോൾ ഇതൊരു ബാലികാറാമലയല്ല, ആരുടെയും കുത്തകയല്ല. തീർച്ചയായിട്ടും ദൈവം അമൃത ഫ്രണ്ട് നിൽക്കുകയല്ലേ. ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഫോർച്യൂൺ ഫേവേഴ്സ് ദി ബ്രേവ് എന്ന് വെച്ചാൽ സർവേശ്വരൻ ധൈര്യം കാണിക്കുന്നതിനെ സഹായിക്കും, സംരക്ഷിക്കും. ധൈര്യം എന്തായാലും UDF കാണിക്കുകയാണ്. ആ സംരക്ഷണം തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ ആശങ്കയുണ്ട്. കാരണം നിർണായകമായ നിമിഷങ്ങളാണല്ലോ, പ്രചരണത്തിന് ഇറങ്ങേണ്ട സമയമാണ്. അല്ല, അതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, BJPയുടെ പട്ടിക പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ടോ? BJPയുടെ പട്ടിക പൂർണ്ണമായിട്ട് വരാതെ മീറ്റിംഗ് ഇന്ന് നടക്കുകയാണ്. UDFിൻ്റെ പട്ടിക രാവിലെ പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു. LDFിൻ്റെ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ കണ്ണൂരടക്കം ബോംബ് പൊട്ടുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, തളിപ്പറമ്പ്, മയ്യിൽ പോലത്തെ പ്രദേശമുള്ള തളിപ്പറമ്പ് അസംബ്ലിയിലും പയ്യന്നൂർ അസംബ്ലിയിലും ഒക്കെ റിബലുകൾ മത്സരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചത് എന്ത് കാര്യം? ഇത്രയധികം മൂല്യച്യുതി LDFിന് ഉണ്ടായിട്ടുണ്ടോ? BJPക്കകത്ത് ഘടകകക്ഷി പാർട്ടികൾ അടക്കം അവർക്കെതിരെ തിരിയുകയാണ്. അപ്പോൾ UDFിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യും, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ക്ലിയർ ആകുമ്പോൾ ആദ്യം പൂർണ്ണമായി ക്ലിയർ ആകാൻ പോകുന്നത് UDFിൻ്റെ പദ്ധതിയായിരിക്കും. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളുള്ളത്. നേമത്താണ് മത്സരിക്കുന്നതെങ്കിൽ അതൊരു ബാലികേറ മലയല്ല എന്നുള്ളത് തന്നെയാണ് കെ ശബരിനാഥൻ വ്യക്തമാക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.